എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ജീവനും കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത തകർന്ന് തരിപ്പണമായ ആ ഒരു സെല്ലിൽ നിന്ന് സാക്ഷാൽ ഇൻസ്പെക്ടർ ആളിപ്പോ പുറത്തേക്ക് വരും. ആളെ കാണേണ്ട താമസം വീണ്ടും സോൾജിയേഴ്സ് എല്ലാവരും ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അതിനാള് പറയും, ഇനിയെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ പൈലറ്റൊന്നും അല്ല, ഞാനാണ് നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വന്ന ഇൻസ്പെക്ടർ. സോ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പൈലറ്റ്സിനെ പിടിക്കേ. പക്ഷെ സോൾജിയേഴ്സ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ആളെ ഹാൻഡ് ലോക്ക് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരേതോ ഒരു ബേസിലൂടെ ഉഷാറായിട്ട് ഓടി ഓടി കറക്റ്റ് ആയിട്ട് ആ നേവി ടീംസിന്റെ മുൻപിലായിരിക്കും ചെന്ന് പെടുക. അവർ തിരിഞ്ഞോടുമ്പോ ബാക്കിലും ആ നേവിക്കാര് കവർ ചെയ്തിട്ടുണ്ടാവും. അവർക്കാണെങ്കിൽ ഇപ്പൊ എവിടേക്കും പോകാൻ കഴിയുന്നില്ല. ഉസോനാണെങ്കിൽ അവന്റെ പേടി കൂടി കൂടി വരും. പക്ഷെ ലൂഫി അവനങ്ങനെ ഹായ് ആയിട്ട് ചിരിക്കും. ലൂഫി പറയും, നമ്മൾ ആരാണെന്നും നമ്മുടെ പവർ അതെന്താണെന്നും തെളിയിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോറോക്ക് പിടികിട്ടും ലൂഫി ഫൈറ്റ് ചെയ്യാനാണ് ഇപ്പൊ റെഡി ആവുന്നതെന്ന്. അടുത്ത സെക്കൻഡ് ലൂഫി അവനാണെങ്കിൽ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അറഞ്ചം പൊറഞ്ചം നേവി സോൾജിയേഴ്സിനെ അങ്ങനെ തല്ലി തല്ലി ദൂരേക്ക് തെറിപ്പിക്കും. കട്ട് ചെയ്ത ആ ജോനാഥൻ കമാൻഡർ ആൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൂലങ്കക്ഷായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും ലൂഫി അവനാണെങ്കിൽ ആ സോൾജിയേഴ്സിനെ മുഴുവൻ തല്ലി ഒരു മൂലക്കാക്കി വീണ്ടും മുൻപോട്ട് ഓടി ആ ഡെഡ് എൻഡിന്റെ തൊട്ടടുത്തെത്തും. ലൂഫി പറയും, ഇത് ഡെഡ് എൻഡ് ആണ്, നമുക്ക് പോവേണ്ടത് ആ ഒരു ബ്രിഡ്ജാണ്, അത് കടന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ജോനാഥൻ അവനിപ്പോ ലൂഫിയുടെയും ടീംസിന്റെയും അടുത്തേക്ക് വരും. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് വലിയ കാര്യമാക്കില്ല. അവൻ നൈസായിട്ട് ജോനാഥന്റെ അടുത്തേക്ക് വരും. ലൂഫി പറയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ടീമുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന്. ഇപ്പോഴെങ്കിലും കണ്ണു തുറന്ന് നോക്ക്, എന്റെ ടീം എന്റെ കൂടെ തന്നെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സേഫ് ആണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. അത് കേട്ട ജോനാഥൻ ചിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരുപാട് പീരങ്കികള് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പോയിന്റ് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സോൾജിയേഴ്സ് അവരാ പീരങ്കിക്ക് ഇപ്പൊ തീ കൊളുത്തും. ഉടനെ ബുള്ളറ്റ് തെറിച്ചു വന്ന് രണ്ടു ഭാഗത്തേക്കും അച്ചറം പുച്ചറം ആഞ്ഞടിക്കും. അത് കാണേണ്ട താമസം ഉസോ ലൂഫി ഓടിക്കോ എന്ന് നിലവിളിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങും. കമാൻഡർ ആണെങ്കിൽ ആളുടെ പിയോട് പറയും, നമ്മുടെ ഓരോ മൂവ്മെന്റ്സും വളരെ സൂക്ഷിച്ചു വേണം. ഇനി അവരെ പിടിക്കാൻ പറ്റിയ സ്ഥലം ആ ഡെഡ് എൻഡ് ആണ്, അവിടെ വെച്ച് വേണം അടുത്ത അറ്റാക്ക് നമ്മൾ നടത്താൻ. അതൊരു കാരണവശാലും ഇപ്പൊ സംഭവിച്ചതുപോലെ ചീറ്റിപ്പോവാനായിട്ട് പാടില്ല. ഇനി ഇൻ കേസ് അവരവിടുന്ന് രക്ഷപ്പെട്ടാലും യൂണിറ്റ് നമ്പർ 8 അവർ ഉറപ്പായിട്ടും വരും. കാരണം ഗോയിൻമറി കപ്പല് അത് അവിടെയാണുള്ളത്. സോ എത്രയും പെട്ടെന്ന് കുറച്ച് സോൾജിയേഴ്സിനോട് അവിടെ കൂടെ കാവൽ നിൽക്കാൻ നീ ഇപ്പൊ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണും. അവരാണെങ്കിൽ നിർത്താതെ ഓടും. അവരുടെ തൊട്ടുപുറകില് സാക്ഷാൽ ഡ്രേക്കും. അപ്പാ ജോനാഥൻ അവനിപ്പോ ഡ്രേക്കിനെ കോണ്ടാക്ട് ചെയ്യും. ജോനാഥൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവരെന്തായാലും യൂണിറ്റ് 8 അവരുടെ കപ്പല് അത് തിരികെ എടുക്കാൻ പോവാതിരിക്കില്ല. അവിടെ വെച്ച് എന്ത് വെപ്പൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്ര സോൾജിയേഴ്സിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവരെ ലോക്ക് ചെയ്യണം. അവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ജോനാഥൻ ആള് കോള് കട്ട് ചെയ്ത് വീണ്ടും ആ ബേസിന്റെ ഒരു മാപ്പ് അതെടുത്തു വെച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. ജോനാഥൻ ആണെങ്കിൽ ഇപ്പൊ മറ്റൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനായി അവരെ മുഴുവൻ ഇപ്പൊ ബ്രിഡ്ജിലേക്ക് അയക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡോക്ടറിനെ കാണിക്കും. അവിടേക്ക് വീണ്ടും 2 സോൾജിയേഴ്സ് വരും. സോൾജിയേഴ്സ് പറയും, ആ പൈററ്റ്സ് മുഴുവൻ രക്ഷപ്പെട്ടു, അവരിപ്പോ പോയിരിക്കുന്നത് അവരുടെ കപ്പല് അത് തിരികെ എടുക്കാനാണ്. പക്ഷെ അവിടെ വെച്ച് ഉറപ്പായിട്ടും നമ്മളുടെ നേവി ഓഫീസേഴ്സ് അവരെ പിടിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ അതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അത് കേൾക്കേണ്ട താമസം ആ ലേഡി ഡോക്ടർ അവർ ഡോർ ക്ലോസ് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് നാമിയും ചോപ്പറും അവർ രണ്ടുപേരും ഇത് മുഴുവൻ കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. നാമി പറയും, അവരെല്ലാം രക്ഷപ്പെട്ടു, എത്രയും പെട്ടെന്ന് നമുക്കും അവരോടൊപ്പം ആ കപ്പലിന്റെ അടുത്തേക്ക് എത്തണം. അതിനെന്തെങ്കിലും ഒരു വഴി അത് ആലോചിച്ച് കണ്ടുപിടിക്കേ. ഉടനെ ലേഡി ഡോക്ടർ അവളിപ്പോ ചോപ്പറിന്റെയും നാമിയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ ആ ഡോക്ടറോട് പറയാ, നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്ന ആ ഒരു പൈററ്റ്സ് അത് ഞങ്ങളാണ്, ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം, ഒരു 2 മിനിറ്റ് നീ ഞങ്ങൾക്ക് സമയം തരണം, എങ്ങനെയെങ്കിലും
ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഡോക്ടർ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പേടിച്ച് നിലവിളിക്കാൻ ആരംഭിക്കും. ഉടനെ നിലവിളി ശബ്ദം കേട്ട് ആ സോൾജേഴ്സ് ഡോർ ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് വരും. അവരകത്തേക്ക് വന്ന് നോക്കുമ്പോ നമ്മി അവളാണെങ്കിൽ പൈററ്റ്സ് അവളെ അറ്റാക്ക് ചെയ്ത് കെട്ടിയിട്ടതുപോലെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വീണ് കിടക്കും. നേവി ഓഫീസേഴ്സ് ആണെങ്കിൽ അവളെ താങ്ങി കയ്യിലെടുക്കും. അപ്പൊ അവള് പറയും, ആ പൈററ്റ്സ് അവരിവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഒരല്പം മുൻപ് അവർ ഞങ്ങളെ അടിച്ചിട്ട് ആ ഒരു ബേസ് അതുവഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. സോൾജിയേഴ്സ് അവരവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. അപ്പൊ നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ ഒരു പേഷ്യന്റിന്റെ അടുത്ത് അങ്ങനെ ശ്വാസം മുറുക്കി പിടിച്ച് കിടക്കുകയാണ്. ഉടനെ സോൾജിയേഴ്സ് അവർ നമ്മി പറഞ്ഞത് കേട്ട് ആ ഒരു ബേസ് അതുവഴി പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഡോക്ടറിന് ബോധം വരും. ഡോക്ടർ ഇപ്പോ അവരോട് രണ്ടുപേരോടും ക്ഷമ ചോദിക്കും. ഐ എം റിയലി സോറി, നിങ്ങളൊരു പൈററ്റ്സ് ആണെങ്കിലും എനിക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ പെട്ടെന്നുള്ള ഷോക്കിലാണ് നിലവിളിച്ചു പോയത്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലൂഫിയും ടീമും ആണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തില് ആ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തെത്തും. ബ്രിഡ്ജിന്റെ മുകളിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ തൊട്ടു താഴെ ഒരുപാട് നേവി സോൾജിയേഴ്സ് അവർ കൂലങ്കക്ഷമായി എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത് കാണും. ലൂഫി പറയും, ആ ഒരു ബ്രിഡ്ജില് ഇപ്പൊ ആരെയും കാണാനില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് അവിടെ എന്തോ ഒരു ട്രാപ്പ് നമ്മളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ബാക്കി കാര്യം അതപ്പ നോക്കാന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ട്രൗസറും പൊക്കി ബ്രിഡ്ജിലേക്ക് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലേഡി ഡോക്ടർ അവളും നമ്മയും രണ്ടുപേരും ചേർന്ന് ചോപ്പറിനെ ഒരു പേഷ്യന്റിനെ പോലെ ബെഡിൽ കിടത്തി യൂണിറ്റ് 8 അത് ലക്ഷ്യമാക്കി മുൻപോട്ട് പോകും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ടീമും അവരാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജിലേക്ക് ഓടി വരും. അപ്പൊ അതേ സമയത്ത് ബ്രിഡ്ജിന്റെ ഓരോ ഭാഗത്തായി ഒരുപാട് സോൾജിയേഴ്സ് അങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ആ നേവി ആൾക്കാര് അവരിപ്പോ ഓടി ബ്രിഡ്ജിലേക്ക് വരും. 4 വശത്തും അവരെങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ യാതൊരു കൂസലും ഉണ്ടാവില്ല. സോറോ പറയും, ഒരുപാട് നാളായി എക്സസൈസ് ചെയ്തിട്ട് ഇന്ന് ബോഡിയൊക്കെ ഒന്ന് ഇളക്കി അറിഞ്ഞ് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പ നേവി സോൾജിയറിലെ ഒരു മെയിൻ പുള്ളി അവൻ മുൻപിലേക്ക് വന്ന് വലിയൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡ് വമ്പൻ ആക്ഷനും ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടി വരും. ലൂഫി, സോറോ, സാഞ്ചി അവര് 3 പേരും ആ സോൾജിയേഴ്സിനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാണ്. അവരോടി ഓടി ക്ലോസ് എത്തുമ്പോ തന്നെ അവരവരുടെ ഫൈറ്റ് അത് ആരംഭിക്കും. ഓരോ ഇടിയിലും സോൾജിയേഴ്സ് തെറിച്ചു പോവും. ലൂഫി ആണെങ്കിൽ അവന്റെ മൾട്ടിപ്പിൾ ഹാൻഡ് ഉപയോഗിച്ചായിരിക്കും അച്ചരം പൊച്ചരം ഫൈറ്റ് ചെയ്യുക. അതേസമയം ഉസോപ്പ് അവൻ മാത്രം ഇപ്പൊ കൈയും പൊക്കി പിടിച്ച് ചിക്കടാ എന്ന് നിലവിളിച്ച് ഓടും. ഉടനെ ആ നേവിക്കാര് അവര് വീണ്ടും വീണ്ടും സോൾജിയേഴ്സിനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. സോൾജിയേഴ്സ് അങ്ങനെ വന്ന് ടാഞ്ചിയെയും ലൂഫിയെയും ഇപ്പൊ പൊതിയും. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ആ നേവി കൂട്ടത്തിനിടയിൽ പെട്ടുകിടക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ അവൻ സൈഡിലുണ്ടായിരുന്ന കമ്പിയിലൊക്കെ പിടിച്ചു തൂങ്ങി ഇപ്പൊ ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിരിക്കും. ഭാഗ്യം എന്നെ ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സേഫ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഏതോ ഒരു സോൾജിയർ വലിയ വാളൊക്കെ വീശി ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചാടി വീഴുക. നേവിക്കാരനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ഇപ്പൊ ആഞ്ഞു വെട്ടും. അത് കണ്ട് ഉസോപ്പാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡയല് അതെടുത്ത് അവന്റെ സ്ക്വാഡിന് മുൻപിൽ വെക്കും. അടുത്ത സെക്കൻഡ് ആ ഡയല് അതിപ്പോ അവന്റെ അറ്റാക്ക് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. ആ സോൾജിയർ അവൻ വീണ്ടും വീണ്ടും വാലെടുത്ത് വീശിക്കൊണ്ടേയിരിക്കും. അവൻ ഓരോ തവണ വീശുമ്പോഴും ഉസോപ്പ് അവന്റെ ഡയലെടുത്ത് ഓരോ അറ്റാക്കും അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് ഇപ്പൊ പതിയെ പതിയെ ആ ബ്രിഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങും. കട്ട് ചെയ്ത സോറോ അവനെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് കരുതുകയാണെങ്കിൽ ഇപ്പൊ ഏതോ ഒരു സോൾജിയർ അവന്റെ തലയില് ആഞ്ഞടിച്ചിരിക്കുകയാണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയില് സോറോ താഴെ വീഴും. അതേസമയം സാഞ്ചിയും ലൂഫിയും അവർ 2 പേരും ഓരോ നേവി സോൾജിയേഴ്സിനെയും കറക്കിയെടുത്ത് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവൻ ബസൂക്ക എന്ന് നിലവിളിച്ചു പറഞ്ഞ് അവന്റെ 2 കൈ അതങ്ങനെ നീട്ടിയെടുത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പൊ നാനാ ഭാഗത്തേക്ക് തെറിച്ചുപോയി അടിച്ചു വീഴും. അപ്പൊ ആ സോൾജിയേഴ്സിന്റെ ലീഡർ അവനിപ്പോ ലൂഫിയുടെ കൈ പിടിച്ചു വെക്കും. അവൻ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഈ ഒരു ബ്രിഡ്ജ് എനിക്ക് ക്രോസ് ചെയ്യാനാവില്ല. ലൂഫി അതിനും കാഷ്വൽ ആയിട്ട് ചിരിച്ച് അവന്റെ കാല് അതങ്ങനെ നീട്ടാനായിട്ട് തുടങ്ങും. മുകളിലേക്ക് ആഞ്ഞു നീട്ടി താഴേക്കൊരു ഒറ്റ അടി. ആ ഒരു അടിയില് ബ്രിഡ്ജ് മുഴുവനായിട്ടും തകർന്ന് സോൾജിയേഴ്സും ഉസോ, ലൂഫിയും സാഞ്ചിയും സോറോയും അങ്ങനെ എല്ലാവരും ഇപ്പൊ വെള്ളത്തിലേക്ക് വീഴും.
നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഒരു വിധത്തില് കരയ്ക്ക് കയറും. അതേസമയം ഇവിടെ ജൊനാഥന് ഇൻഫർമേഷൻ കിട്ടും. അവർ 4 പേരും വീണ്ടും രക്ഷപ്പെട്ടു. കട്ട് ചെയ്ത യൂണിറ്റ് 8-ല് സോൾജിയേഴ്സും ഡ്രേക്കും അവരെല്ലാവരും ലൂഫി ആൻഡ് ടീംസിന് വേണ്ടി ഒരുപാട് ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് കട്ട വെയിറ്റിംഗിലാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ആൾക്കാര് അവരിപ്പോ അവിടേക്ക് ഓടിയെത്തും. അവരവിടേക്ക് എത്തിയ അതേ സമയം ഇപ്പൊ സോൾജിയേഴ്സ് അവർ ഗണ്ണുമായിട്ട് നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്യും. അതേസമയം നമ്മുടെ ആൾക്കാരുടെ തൊട്ടു പിന്നിലായി നാമിയും ഡോക്ടറും ചോപ്പറും അവര് 3 പേരും ആ ബെഡും തള്ളി അവിടേക്ക് എത്തും. വരുന്ന വരവില് അവരും ഉസോവിനെ ഇടിച്ചു തെറിപ്പിക്കും. സാഞ്ചിക്കാണെങ്കില് നമ്മയെ കണ്ട് ഭയങ്കര സന്തോഷാവും. അപ്പോഴായിരിക്കും ലൂഫി അവനൊരു വലയിൽ പെട്ടുകിടന്ന് നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.